അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ദുരന്തത്തിന് പോലും കേന്ദ്രം പണം നൽകിയില്ല. കേന്ദ്രത്തിന്റെ ഒരു സഹായവുമില്ലാതെയാണ് വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളതാണ്. കണക്കുകൾ നിരത്തി അതാണ് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായ അതിനൊരു മറുപടി, ഒരുപക്ഷെ അതുക്കും മേലെ ഒരു മറുപടി പറയുന്നു. അതായത് കോൺഗ്രസ് കേരളം ഭരിച്ച സമയത്ത് 6 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അന്ന് കേരളത്തിന് അനുവദിച്ച കേന്ദ്രവിഹിതത്തെക്കാൾ 5 ഇരട്ടിയാണ് താൻ നൽകിയത്, BJP സർക്കാർ നൽകിയത് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു രാഷ്ട്രീയ മാനമുണ്ട്. ആ രാഷ്ട്രീയ മാനം പ്രധാനമായും സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും ഒരു ആക്രമണത്തിൻ്റെ മുൾമുന ഒടിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രവിഹിതം നൽകാത്ത കാര്യം പറയുന്നുണ്ട്. ധനമന്ത്രി പറയുന്നു, LDF കൺവീനറും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം, CPM-ന്റെ പ്രധാന നേതാക്കളെല്ലാം പറയുന്ന ആരോപണത്തിനെ, രാഷ്ട്രീയ ആക്രമണത്തെ കൃത്യമായി മുനയൊടിച്ചുകൊണ്ട് ഒരു തടയിടുന്ന ഒരു ആ രീതിയിലുള്ള ആക്രമണമാണ്, ഒരു കടന്നാക്രമണമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീ വിഷയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ, അതായത് ഏറ്റവും ഒടുവിൽ കൗൺസിലർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്ന കാര്യം ഉൾപ്പെടെ എണ്ണി പറയുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയം മുതൽ കേന്ദ്ര സർക്കാരിനെതിരായ ആരോപണങ്ങൾക്ക് വരെ അക്കം നിരത്തിക്കൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടിയും കടന്നാക്രമണവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിൻ്റെ പാലക്കാടൻ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പൊതുയോഗമാണ് മോഡിയുടെ കേരളത്തിൽ. അതിൽ കടന്നാക്രമിക്കുകയായിരുന്നു ഇടത് വലത് മുന്നണികളെ. മാത്രവുമല്ല, BJP ഭരണം കേരളത്തിൽ എത്തണം, NDA ഭരണം എത്തണം എന്ന് ആവർത്തിച്ച് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അരമണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ ഒരു 13 തവണയെങ്കിലും അദ്ദേഹം NDA ഗവൺമെന്റ്, BJP ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.